ദൗത്യം കഴിഞ്ഞ 100 വർഷമായി സത്യദൂതൻ വിജയകരമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. പല എതിർപ്പുകളും പ്രതികൂലമായ സാഹചര്യങ്ങളും പ്രതിസന്ധികളും പല പ്രതിബന്ധങ്ങളും തരണം ചെയ്താണ് സത്യദൂതൻ അതിൻ്റെ ശതകം പിന്നിടുന്നത്. ദുർഘട ഘട്ടങ്ങളിലും കേരളത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ അമൃതനിശിനിയായി സത്യദൂതൻ നിലകൊള്ളുന്നു. നമ്മുടെ ഒരു ഡോക്യുമെൻ്ററി, സത്യദൂതനുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി ഇവിടെ പ്രദർശിപ്പിക്കാനിരിക്കുകയാണ്. അതിൻ്റെ ടൈറ്റിൽ നാമം 100 വർഷം ഒരൊറ്റ ദൗത്യം. അത് എന്തുകൊണ്ടും അർത്ഥവത്താവുന്ന ഒന്നാണ്. പ്രൊഫസർ മുഹമ്മദ് സാർ പറഞ്ഞതുപോലെ ഈ മാസിക ചിലപ്പോൾ ആരും നോക്കാതെ അധികം ലേഔട്ടുകളോ അതിൻ്റെ ആകർഷണ ഭംഗിയൊന്നുമില്ലാത്ത ഒരു ചെറു മാസികയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം, ഭാഷ, അതിൻ്റെ പത്രാധിപരുടെ സേവനം, തികച്ചും വേതനവും ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സേവനം, അത് ഈ മാസികയെ മികവുറ്റതാക്കി മാറ്റിയത്. അതുപോലെ പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ, MT വാസുദേവൻ നായർ, N മുകുന്ദൻ എന്നിവർ സത്യദൂതന്റെ വരിക്കാരായിരുന്നു. കേരളത്തിലെ ഒന്നാമത്തെ അഹമ്മദി ഹസ്രത്ത് E. അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബാണ് സത്യദൂതൻ മാസികയ്ക്ക് തുടക്കം കുറിച്ചത്. ബർമയിലായിരുന്ന അദ്ദേഹം അഹമ്മദിയ ജമാഅത്തിൽ അംഗമായി ചേർന്ന ശേഷം അവിടെ വന്നെത്തിയ H. ഹുസൈൻ സാഹിബുമായുള്ള സുഹൃത്ത് ബന്ധത്തിലൂടെയാണ് ഒരു മാസിക പ്രസിദ്ധീകരിക്കണമെന്ന ആശയത്തിന് രൂപം നൽകിയത്. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തിയ ഹുസൈൻ സാഹിബ് പത്രാധിപരായും N. ഹാമിദ് സാഹിബ് പ്രസാധകനായും കണ്ണൂർ സിറ്റിയിൽ നിന്ന് സത്യദൂതൻ എന്ന പേരിൽ മാസിക പ്രസിദ്ധീകരിച്ചു തുടങ്ങി. കണ്ണൂർ സിറ്റിയിലെ ഒരു വാടക മാളിക മുകളിലായിരുന്നു അന്ന് സത്യദൂതൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ പത്രാധിപനായി ഏറെ വർഷം സേവനമനുഷ്ഠിച്ച N. അബ്ദുറഹ്മാൻ സാഹിബിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തെ മാസികയിലൂടെ പ്രചരിപ്പിച്ച് ദീർഘകാലം പത്രാധിപരായിരുന്ന അദ്ദേഹത്തിൻ്റെ സേവനം എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിനെ നിലനിർത്തിയത് മഹാനായ മൗലാന അബ്ദുള്ള സാഹിബ് H. ആയിരുന്നു. അക്കാലത്തെ മിക്ക മുസ്ലിം പ്രസിദ്ധീകരണങ്ങളും അറബി ഭാഷയിലായിരുന്നു. മുസ്ലിം വിഷയങ്ങളിലും മുസ്ലിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന വിഷയങ്ങളിലും മുസ്ലിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന അറബി മലയാളത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ ശുദ്ധ മലയാളത്തിൽ യഥാർത്ഥ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രകാശം പരത്തിയത് അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ സത്യദൂതൻ മാസികയായിരുന്നു. ആദ്യകാലത്ത് മുസ്ലിം പണ്ഡിതന്മാർ അതിനെ ശക്തിയായി എതിർത്തിരുന്നു. ബഹിഷ്കരിക്കപ്പെട്ട നിലയിലായിരുന്ന സത്യദൂതൻ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കളയാൻ മാത്രം ഉതകുന്ന പത്രമായിട്ടാണ് വിശേഷിപ്പിച്ചത്. ദേശീയ പ്രസ്ഥാന കാലത്ത് മുസ്ലിം സമുദായത്തിൽ ദേശീയബോധവും സ്വാതന്ത്ര്യവാഞ്ചനയും വളർത്താൻ ശ്രമിച്ച മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെ അൽ അമീൻ പത്രം പോലും സത്യദൂതനോടുള്ള അസഹിഷ്ണുത പ്രകടമാക്കിയിട്ടുണ്ട്. ഖാദിയാനികളുടെ ദുർവാദത്തിന്റെ നട്ടൽ തച്ചുടക്കാൻ ശക്തിയുള്ളവരാണ് അതിനെ എതിർക്കുന്നതെന്ന് സത്യദൂതൻ ഓർത്തുകൊള്ളട്ടെ എന്ന താക്കീതോടെയാണ് അൽ അമീൻ ഒരിക്കൽ പുറത്തിറങ്ങിയത്. അതുകൊണ്ട് സത്യദൂതൻ കയ്യിലെടുത്ത് നടക്കാൻ ആളുകൾക്ക് ഭയമായിരുന്നു. എന്നാൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നവോത്ഥാനം എന്ന് പറയപ്പെടുന്ന പുരോഗമന ചിന്തകളിലെല്ലാം നിഴലിച്ചത് അഹമ്മദിയ ദിവ്യ പ്രകാശത്തിന്റെ പ്രതിഫലനം തന്നെയായിരുന്നു. ദൈവാനുഗ്രഹത്താൽ അതിൻ്റെ വിജയകരമായ ഒരു നൂറ്റാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാഗതമോതുകയാണ് എന്നതാണ്. ആദ്യം തന്നെ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിനായി കണ്ണൂർ സിറ്റി ജമാഅത്ത് അമീർ
ടി ഷർഫുദ്ദീൻ സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വളരെ നമുക്കറിയാം, ഇലക്ഷനാണ്, തിരക്കുകളാണ്. ആ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിലെ ഞാൻ അഹമ്മദിയ ജമാഅത്ത് സിറ്റിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യും. മുതിർന്ന പത്രപ്രവർത്തകൻ, മലയാള മനോരമ മുൻ ബ്യൂറോ ചീഫ്, അദ്ദേഹം ഒക്കെയായി വളരെയധികം ബന്ധമുള്ള പഴയകാല പത്രപ്രവർത്തനത്തിന് ഏറ്റവും മുതിർന്ന പത്രപ്രവർത്തകനായ പി ഗോപി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഹമ്മദിയ ജമാഅത്ത് സിറ്റിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുന്ന മൗലവി സി മുബഷിർ സാഹിബ്, അദ്ദേഹത്തെയും ഞാൻ ജമാഅത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണം നടത്തുന്ന സി പി സുൽത്താൻ നസീർ സാഹിബ്, MM മുഹമ്മദ് സലീം, അദ്ദേഹം നമ്മുടെ സത്യദൂതന്റെ എഡിറ്ററാണ്. അദ്ദേഹത്തെ ഞാൻ ജമാഅത്തിന്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എ അബ്ദുൽ അസീസ് സാഹിബിനെയും ഞാൻ ജമാഅത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. മുൻ ഫോക്ലോർ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് സാഹിബിനെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണം നടത്തുന്ന മദർ അബ്ദുൽ ഷുക്കൂർ സാഹിബിനെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ സിറ്റി മിഷണറി മൗലവി കെ താഹിർ അഹമ്മദ് സാഹിബിനെയും നായിബ് അമീർ പി ഷഫി അഹമ്മദ് സാഹിബിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ടൗൺ, കടലായി, പഴയങ്ങാടി, കൂടാളി, തലശ്ശേരി, മോഗ്രാൾ എന്നീ ജമാഅത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി കണ്ണൂർ സിറ്റി ജമാഅത്തിന്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ചടങ്ങ് നിയന്ത്രിക്കുന്നതിനായി ഞാൻ അധ്യക്ഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. വേദിയിലുള്ള ബഹുമാന്യനായ കണ്ണൂരിൻ്റെ ജനകീയ മേയർ, മുസ്ലിം മഠത്തിൽ മുതിർന്ന പത്രപ്രവർത്തകനും മനോരമയുടെ മുൻ ബ്യൂറോ ചീഫുമായ പ്രിയപ്പെട്ട ഗോപിയേട്ടൻ, ബഹുമാന്യനായ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് സാഹിബ്, സിദ്ദീഖ് അഷ്റഫ് അലി സാഹിബ്, മൗലവി സുൽത്താൻ നസീർ സാഹിബ്, AM മുഹമ്മദ് സലീം സാഹിബ്, ബക്കർ സാഹിബ്, അബ്ദുൽ അസീസ് സാഹിബ്, മുബഷിർ അഹമ്മദ് സാഹിബ്, CH അബ്ദുൽ ഷുക്കൂർ സാഹിബ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവേശ്വരനുള്ള സമാധാനവും സന്തോഷവും ഇല്ലാതെന്നുള്ള വിഷയമാണ്. ഇവിടെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ നാം ഇന്ന് ഒരു മാസികയുടെ ശതപൂർണിമയുടെ നിറവിൽ നിൽക്കുകയാണ്. അതിൻ്റെ സന്തോഷമാണ് നാം ഇന്നിവിടെ ഇങ്ങനെ കൂടിച്ചേർന്ന് ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു മാസിക 100 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇത്രയേറെ ആഹ്ലാദത്തോടുകൂടി നാം അതിനെ വരവേൽക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട പല പത്രങ്ങളും പല മാസികകളും ഒരുപാട് അങ്ങനെ പല സംഭവങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറി. പക്ഷെ എന്തുകൊണ്ട് സത്യദൂതന്റെ ഈ 100 വർഷം പിന്നിടുമ്പോൾ, സത്യദൂതൻ 100 വർഷം പിന്നിടുമ്പോൾ എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്താ മണ്ഡലങ്ങളെ ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 1889 ആർഷഭാരതത്തിന്റെ വടക്കേറ്റത്തുള്ള പഞ്ചാബ് എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ദിവ്യ ശബ്ദം, ഹദ്റത്ത് അഹമ്മദ് അലി ഇസ്ലാമിലൂടെ ഉയർന്നു വന്ന ആ ശബ്ദം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഇങ്ങനെ തെക്കേറ്റത്തിലുള്ള കേരളത്തിൽ കണ്ണൂരിൽ എത്തിച്ചേരുകയും
ഒരുപറ്റം ആളുകൾ ഇവിടെ ആ വിശ്വാസം കൈവരിക്കുകയും ചെയ്തു. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിലെ ഒരു മന്ത്രിയുടെ മകനായ ഇടപ്പകത്ത് അബ്ദുൽ ഖാദർ കുട്ടി സാഹിബ് എന്ന കണ്ണൂർ സിറ്റിയിലെ ഏറെ വിദ്യാസമ്പന്നനും ദാർശനികനുമായ അതുല്യമായ വ്യക്തിത്വം. അദ്ദേഹത്തിന് ലഭിച്ച മസീമദ് അലി ഇസ്ലാമിന്റെ ദിവ്യ സന്ദേശം കണ്ണൂർ സിറ്റിയിലെ തന്റെ സുഹൃത്ത് വലയങ്ങളിലേക്ക് അദ്ദേഹം എത്തിക്കുകയും ഒരുപറ്റം നല്ല ചിന്താശീലരായ ആളുകൾ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ആളുകൾ ഈ ദിവ്യ സന്ദേശം സ്വീകരിക്കുകയും 1901 മുതൽ തുടർന്നിങ്ങോട്ടുള്ള കുറച്ച് കാലയളവിനുള്ളിൽ കണ്ണൂർ സിറ്റിയിലെ പ്രമുഖമായ പല വിഭാഗങ്ങളിൽ നിന്നും അഹമ്മദിയ ജമാഅത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുകയും ചെയ്തു. സ്വാഭാവികമായ ഒരു പുതിയ സംവിധാനങ്ങളും പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ആളുകൾ കടന്നു വരിക സ്വാഭാവികമാണ്. പക്ഷേ ഇവരുടെ കടന്നുവരവും അഹമ്മദിയ ജമാഅത്ത് പ്രസക്തമാകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിന്റെ മൂക്കിന് താഴെയാണ് ഈ പ്രസ്ഥാനം ഉടലെടുത്തത്. അതിനുശേഷം നമ്മുടെയൊക്കെ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറത്തുള്ള വിദൂരമായ സ്വപ്നങ്ങൾക്ക് പോലും എത്തിക്കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള അതിക്രൂരമായ പീഡനങ്ങളും താണ്ഡനങ്ങളും ഏറ്റുവാങ്ങി ഈ ചെറു സമൂഹം. അവര് സാമൂഹ്യമായ ഭ്രഷ്ടുകൽപ്പിച്ചു. വീടുകളിൽ നിന്ന്, കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു, നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു, ഹോട്ടലുകളിൽ ചായയും കുടിവെള്ളം കുടിക്കാതെ, ബാർബർ ഷാപ്പുകളിൽ നിന്ന് മുടി വെട്ടിക്കൊടുക്കാതിരുന്നു. അങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള പീഡന പർവ്വങ്ങളാകാമോ അതെല്ലാം കയറി താണ്ടിയാണ് ആ കുറച്ചാളുകൾ ഈ സത്യപ്രസ്ഥാനത്തെ കണ്ണൂർ സിറ്റിയിൽ പിടിച്ചു നിർത്തി. ആ കാലഘട്ടത്തിലാണ് 1915 കേരളത്തിൽ ആദ്യമായി ജമാഅത്ത് രൂപീകരിക്കുകയും അന്ന് തന്നെ വിരലിലുണ്ടാവുന്ന ഈ ആളുകൾക്ക് തങ്ങൾ വിശ്വസിച്ച ഈ സത്യ സംവിധാനം അല്ലെങ്കിൽ ഈ പുതിയ ദിവ്യ ദർശനം ഈ കേരളമാകെ പടർത്തണമെന്ന് ചിന്തിക്കുകയും അതിന് എന്താണ് പോംവഴി എന്ന ചിന്തയുടെ ഫലമായിട്ടാണ് നേരത്തെ പറഞ്ഞ ദാർശനിക ഭാവത്തിൽ ജീവിച്ച ദാർശനികനായ അബ്ദുൽ ഖാദർ കുട്ടി സാഹിബ് ഇങ്ങനെ ഒരു മാസിക പ്രസിദ്ധീകരിക്കണമെന്ന് ചിന്തയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും അദ്ദേഹം തന്റെ സുഹൃത്തുക്കളുമായി അത് ഇക്കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ടത് 1915 മുതൽ 25 വരെയൊക്കെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന 10-13 ആളുകൾ ഉൾപ്പെടുന്ന പ്രമുഖരായ ആളുകളും അവരുടെ ഒപ്പമുള്ള മറ്റ് ആളുകൾ ഉൾപ്പെടുന്ന സമൂഹം ജീവിക്കുവാൻ പോലും ഏറെ പ്രയാസകരമായ, തങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോലും നീക്കിവെക്കുവാൻ ഒരു രൂപ പോലും ഇല്ലാതിരുന്ന സമൂഹമാണ് തങ്ങളുടെ ദിവ്യ സന്ദേശം ഈ കേരളമാകെ പടർത്തുവാനുള്ള വലിയ സ്വപ്നവുമായി മുന്നോട്ട് പോയത്. ഇത്തരമൊരു പത്രം അല്ലെങ്കിൽ പത്രം ഉണ്ടാക്കിയെടുക്കാനുള്ള അതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ സാമ്പത്തികമായ ബാധ്യതയൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല. അവർ നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അബ്ദുൽ ഖാദർ കുട്ടി സാഹിബ് എന്ന ബർമ്മ കേന്ദ്രീകരിച്ച്, അത് ഇന്നത്തെ മ്യാൻമർ എന്ന് പറയുന്ന ബർമ്മ കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തുന്ന അദ്ദേഹം എവിടെ പോയാലും സത്യദൂതൻ എന്ന ചിന്തയുമായി തന്റെ മകൻ ഈ എൻ ഹമീദ് സാഹിബിനും കേരളത്തിലെ ജമാഅത്തുകളിലെ ആദ്യ ജമാഅത്തെ കണ്ണൂർ സിറ്റി ജമാഅത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായ കളത്തിൽ അബ്ദുൽ ഖാദർ കുട്ടി സാഹിബ് എന്ന മറ്റൊരു ദാർശനികനായ മനുഷ്യനും നിരന്തരമായി കത്തുകൾ എഴുതി തുടങ്ങി. അബ്ദുൽ ഖാദർ കുട്ടി സാഹിബ് തന്റെ അനാരോഗ്യം നിമിത്തം അത്തരമൊരു പത്രത്തിന്റെ ചുമതല ഏറ്റെടുക്കുവാൻ തനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ തന്റെ മകനെ അദ്ദേഹം വിടാതെ പിന്തുടരുകയും ഇത്തരമൊരു പ്രസിദ്ധീകരണത്തിന്റെ ഉത്ഭവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഞാൻ നേരെ ദീർഘിപ്പിക്കുന്നില്ല. സത്യദൂതന്റെ ഉത്ഭവത്തിന് വേണ്ടി അന്ന് അവർ അനുഭവിച്ച പ്രയാസം അബ്ദുൽ ഖാദർ കുട്ടി സാഹിബ് ബർമയിൽ നിന്ന് 1924 തന്റെ മകൻ എൻ ഹാമിദ് സാഹിബിനെ ഒരു എഴുത്ത് മുഖാന്തരം അറിയിക്കുന്നുണ്ട്. ആ എഴുത്ത് മാത്രം വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സത്യദൂതൻ എന്ന പേരോടുകൂടി പുറപ്പെടുവിക്കുവാൻ വിചാരിക്കുന്ന മാസിക ജനുവരിയിൽ ആരംഭിക്കേണ്ടതാണ്. ജനുവരിയിൽ തന്നെ അത് പുറപ്പെടണം. 150 വരിക്കാരെ കിട്ടിയാൽ കയ്യിൽ നിന്നും നഷ്ടമില്ലാത്ത നിലയിൽ തൽക്കാലം നടക്കാനും പാടുള്ളൂ. പ്രത്യേക വരിക്കാരെ ജാസ്തിയായി കിട്ടുന്ന പക്ഷം മുടക്കമില്ലാതെ മുന്നോട്ട് പോകാവുന്നതാണ്. ഇത് അന്നത്തെ അതേ മലയാള ഭാഷയാണ്. കൊല്ലത്തെ അബൂബക്കർ ഹാജി ആൻഡ് മുഹമ്മദ് കമ്പനി അവർക്ക് നിന്റെ പേരിൽ ഒരു കത്ത് അയക്കണം. അതായത് തന്റെ മകനെ എഴുതിയ കത്തിൽ പറയുന്നുണ്ട്. അതിലെഴുതണം, ഞാൻ നടത്താനായി നിശ്ചയിച്ചിരിക്കുന്ന സത്യദൂതൻ എന്ന മാസികയുടെ കാര്യത്തെപ്പറ്റി എന്റെ ബാപ്പ
ഈ അബ്ദുൽ ഖാദർ കുട്ടി എന്നവർ താങ്കൾക്ക് കത്ത് അയച്ചത് പ്രകാരം അറിഞ്ഞിരിക്കുമല്ലോ. മേൽപ്പടി മാസിക 1925 ജനുവരി മുതൽ നടപ്പിൽ കൊണ്ടുവരേണ്ടതിന് ഉത്സാഹിക്കുന്നു. ആ സമ്മതിയെ കാണിച്ചുകൊണ്ട് പ്രസിദ്ധമാക്കുന്ന കുറെ നോട്ടീസ് ഈ കത്തോടുകൂടി അയക്കുന്നു. ഇതിന്റെ വരിക്കാരായി താങ്കൾ ചേരുന്നത് കൂടാതെ അധികം ആളുകളെ ചേർത്ത് തരണമെന്നും മാസിക നടത്തേണ്ടതിന് എന്റെ മുറബിയും മൗസിനുമായി ചില വരിക്കാർക്ക് പുറമെ സഹായക ഫണ്ടായി ഒരു സംഖ്യ സഹായിച്ചത് പ്രകാരം താങ്കളും എന്റെ മുറബിയും മൗസിനുമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്രകാരം അയച്ച കത്തിന് മറുപടിയായിക്കൊണ്ട് അവിടെ നിന്ന് കിട്ടിയ 51 രൂപയാണ് ഒരു അനുഭാവിയിൽ നിന്നും സത്യദൂതൻ ലഭിച്ച ആദ്യത്തെ സംഭാവന. ഈ മൂലധനത്തിൽ നിന്നാണ് സത്യദൂതന്റെ ആരംഭമുണ്ടാകുന്നതും ഇന്ന് കേരള മാസകളിൽ ഇന്നല്ല ആ കാലഘട്ടത്തിൽ തന്നെ അഹമ്മദ് ജമാഅത്തിന് സത്യസന്ദേശവുമായി ഈ പ്രസിദ്ധീകരണം മുന്നോട്ട് പോയത്. ഇവിടെ റെയ്സ് തന്റെ സ്വാഗതവാക്യത്തിൽ പറയുകയുണ്ടായി അൽമനാറ് പോലെയുള്ള അല്ലമീൻ പോലെയുള്ള പത്രങ്ങളെ കുറിച്ച്. നമുക്കറിയാം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ സ്വാതന്ത്ര്യ സമര സേനാനി, മതേതരത്തിന്റെ മുഖമെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അല്ലമീൻ പത്രം പോലും സത്യദൂതനെതിരെ തിരിഞ്ഞു എന്ന് പറയുമ്പോൾ മുസ്ലിം മതലോകത്തിൽ മുസ്ലിം മതമണ്ഡലത്തിൽ സത്യദൂതൻ ഉണ്ടാക്കിയ വിപ്ലവാത്മകമായ ചിന്തകളും ആ വിസ്ഫോടനങ്ങളും എത്രമാത്രമാണ് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇന്ന് സത്യദൂതൻ 100 വർഷം പിന്നിടുമ്പോൾ സത്യദൂതൻ ഒപ്പരം തുടങ്ങിയതോ അല്ലെങ്കിൽ അതിനു മുമ്പ് തുടങ്ങിയതോ ആയ ഒരു മുസ്ലിം മാസികയും ഈ 1 നൂറ്റാണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് കേരളക്കരയിൽ ജീവിക്കുന്നില്ല എന്ന നഗ്ന യാഥാർത്ഥ്യം കൂടി നാം തിരിച്ചറിയുമ്പോഴാണ് നേരത്തെ ആദ്യ തുടക്കത്തിൽ പറഞ്ഞ പോലെ സത്യദൂതന്റെ ശതവാർഷിക പൂർണ്ണിമ ആഘോഷിക്കുന്നതിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്ന് മാത്രവുമല്ല, ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നതിന് അവസാനിപ്പിക്കട്ടെ, അഹമ്മദിയ പ്രസ്ഥാനവും അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ മറ്റ് എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് ഇന്ന് ലോകത്തിലുള്ള ഒരു ഭൗതിക ശക്തികളുടെയും സഹായമില്ലാതെയാണ് എന്ന കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഇവിടെ ഈ കേരളക്കരയിൽ കണ്ണൂരിലാദ്യമായി പ്രസ്ഥാനം ഉടലെടുത്തപ്പോൾ ഏതുപോലെയാണോ അറക്കല്ലാല സ്വരൂപത്തിന്റെ സകലവിധ ഒത്താശയോട് കൂടി അന്ന് ജീവിച്ച സമൂഹം ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്, അതുപോലെ തന്നെയാണ് ലോകത്തിലുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലുള്ള ജനങ്ങളും ഈ പ്രസ്ഥാനത്തോട് പെരുമാറുന്നത്. എന്നേറെ പറഞ്ഞ പല രാജ്യങ്ങളും നിയമം മൂലം ഈ പ്രസ്ഥാനത്തെ നിരോധിക്കുകയും നിങ്ങളുടെ വിശ്വാസം ഇസ്ലാമികപരമല്ല എന്ന് പറയുകയും ചെയ്യുന്നു നമ്മുടെ അടുത്തുള്ള പാകിസ്ഥാനിലുള്ള രാജ്യങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ബംഗ്ലാദേശിൽ പടുകൂറ്റൻ റാലി നടത്തിയത്. ഈ പ്രസ്ഥാനത്തെ മുസ്ലിം സംവിധാനത്തിൽ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിലുള്ള ഒരു ഭൗതിക ശക്തികളുടെയും ഒരു ഭൗതിക സംവിധാനത്തിന്റെയും സഹായമില്ലാതെയാണ് ഈ പ്രസ്ഥാനവും ഇതിന്റെ പ്രസിദ്ധീകരണം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്, നാം തിരിച്ചറിയേണ്ടത്, കണ്ണൂർ സിറ്റിയിൽ അഹമ്മദിയാവാത്തുണ്ടാകുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആളുകൾ ഇതിനെ അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചെങ്കിൽ ഇന്ന് അവരുടെ പിൻതലമുറക്കാരായി കണ്ണൂർ സിറ്റിയിലെ സമൂഹം, മുസ്ലിം സമൂഹം നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നു എന്ന വലിയ മാറ്റം കൂടി നാം തിരിച്ചറിയേണ്ടത്. നമുക്കറിയാം, ഇവിടെ ഉദ്ഘാടകനെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ ആത്മസുഹൃത്തു കൂടിയായ ശ്രീ മുസ്ലിം മഠത്തിൽ കണ്ണൂരിന്റെ ജനകീയനായ മേയർ, സൗമ്യമായ മുഖത്തിന്റെ പ്രതീകം, അദ്ദേഹമൊക്കെ നമ്മളോട് പെരുമാറുന്നത് ആ രീതിയിൽ എന്നും നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹത്തെ സൃഷ്ടിക്കുവാൻ എന്ന് കണ്ണൂർ സിറ്റിയിൽ മാത്രമല്ല കേരളക്കരയിൽ നമുക്ക് സാധിച്ചെങ്കിൽ അത് ഈ പ്രസ്ഥാനത്തിലെ ആളുകൾ ഈ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അവർ നടത്തിയ ചൈത്രയാത്രയും അവരുടെ ജീവിത പദ്ധതികളും കണ്ടുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇന്ന് അവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് കേരളത്തിലുള്ള സകല മുസ്ലിങ്ങളും നമ്മെ ഏകോദര സഹോദരന്മാരെ പോലെ കാണുന്നുണ്ട് എന്ന് കൂടി നാം തിരിച്ചറിയുമ്പോഴാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അവിടുത്തെ ഈ നിയമങ്ങളും അവിടുത്തെ മുല്ലാക്കന്മാരും ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അവർ ഏത് ഇസ്ലാമിനാണ് പ്രതിദാനം ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാനാവുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നതിന് അവസാനിപ്പിക്കുകയാണ്. ഈ സത്യദൂതന്റെ ശതവാർഷിക പരിപാടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിച്ചു. എങ്കിലും കണ്ണൂർ സിറ്റി ജമാഅത്തിന്റെ പേര് കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്യുന്നതിന് കണ്ണൂരിന്റെ ബഹുമാന്യനായ ആദരണീയനായ മേയർ മുസ്ലിം മഠത്തിന് ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. ബഹുമാനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ടി ഷറഫുദ്ദീൻ സാഹിബ്, വേദിയിലുള്ളവരെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളുടെ പ്രോഗ്രാം പറയാൻ ശ്രീ മുഹമ്മദ് അക്ബർ സാഹിബ്, ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ശ്രീ റൈസാമൻ സാഹിബ്, മുഖ്യാതിഥിയായ പ്രിയപ്പെട്ട
മൂവിയുടെ വിവിധ വിഷയങ്ങൾ പ്രഭാഷണം നടന്ന CP സുൽത്താൻ നസീർ സാഹിബ്, AM മുഹമ്മദ് സലീം സാഹിബ്, ആശംസകൾ അർപ്പിക്കാനായി അബ്ദുൽ അസീസ് സാഹിബ്, മറ്റൊരു പ്രഭാഷണം നടത്തുന്ന മദർ അബ്ദുൽ ഷുക്കൂർ സാഹിബ്, മൗലവി കെ താഹിർ അഹമ്മദ് സാഹിബ്, മൗലവി മുഹമ്മദ് മൻസിർ സാഹിബ്, പി ഷഫി അഹമ്മദ് സാഹിബ് തുടങ്ങിയ വേദികൾ സദസ്സിനുമായിട്ടുള്ളവരെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളായി പ്രിയപ്പെട്ടവരെ, ഒരു മത ന്യൂനപക്ഷം എന്ന രീതിയിൽ ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ബഹുസ്വര സ്വഭാവമുള്ള നമ്മുടെ രാജ്യത്ത് മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വലിയ മതവിഭാഗമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നമുക്ക് പറയേണ്ടി വരും. അത്രമാത്രം സമാധാനത്തോടെ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ച ഏതൊരു പ്രസ്ഥാനത്തെക്കാളും ഏറെ മുന്നിട്ട് നിൽക്കുന്നു അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നമുക്ക് പറയേണ്ടി. 1889 ഈ തുടങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദത്ത മസീഹ് ഇതിന്റെ ഭാഗമായി മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നവരുടെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം നാളിതുവരെ 200ഓളം രാജ്യങ്ങളിലായി എല്ലാ മേഖലകളിലും എല്ലാ രാജ്യത്തും പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആളുകളുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം വിശ്വാസത്തോടെ വിശ്വാസ സമൂഹത്തിനിടയിൽ അത്രമാത്രം ജനപ്രിയമായി ഇടപെടാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇവിടെ നമുക്ക് ഇസ്ലാമോഫോബിയ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വിവിധ വിഭാഗങ്ങൾ, മുസ്ലിം, ഷിയ മുസ്ലിം, അങ്ങനെ വിവിധമായ വിഭാഗങ്ങൾ പല സ്ഥലത്തും നിരന്തരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്നും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇല്ല എന്നുള്ളതാണ്. സായുധ വിപ്ലവങ്ങൾ കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല, മറിച്ച് വേല കൊണ്ടുള്ള ജിഹാദാണ്. ആ ജിഹാദിനാണ് പലതും ചെയ്യാൻ കഴിയുക എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. അറിവ് അത് തന്നെയാണ് പരമപ്രധാനം. എന്നോട് ഓർമ്മിക്കുന്നത് താലിബാൻ റഷ്യയൊക്കെ ആയിട്ടുള്ള ആ കലാപത്തിനിടയിൽ ഒരാളുടെ പത്രപ്രവർത്തകന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിപ്പിൽ എഴുതിയത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായ മറ്റൊരു മാധ്യമ പ്രവർത്തകയും അഫ്ഗാനിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അതിർത്തി കടന്ന് വന്നപ്പോൾ അവിടെ താലിബാൻ കൈയടക്കിയ ചില പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിൽ ചെക്ക് പോസ്റ്റുകളിൽ വെച്ച് താലിബാൻ അവരുടെ പട്ടാളക്കാർ ഈ മാധ്യമ പ്രവർത്തകരെ തടയുകയും അവരോട് മുസ്ലിമാണോ എന്നറിയാനുള്ള ചില ടെസ്റ്റുകൾ നടത്തിക്കുകയും അവരുടെ ഖുർആനിനെ കുറിച്ച് സൂക്തങ്ങൾ ഓതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർക്കറിയുന്ന ഭാഷയിൽ അറബി 2-3 കവിതകൾ ചൊല്ലി അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ തൊട്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ സഹപ്രവർത്തകരായ മാധ്യമ സുഹൃത്ത് ചോദിച്ചു, നിങ്ങൾ ഖുർആൻ എന്നതിന് ശരിക്കും അറിയും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖുർആൻ എന്നല്ല, അറബി ഒരു കവിതയാണ്, പക്ഷെ അവർക്ക് ഖുർആൻ അറിയാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. യഥാർത്ഥ വിശ്വാസികൾക്ക് ഒരിക്കലും കലാപകാരിയാവാനോ അക്രമകാരിയാവാനോ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം വളരെ കുറഞ്ഞ ഫേസ്ബുക്കാണ്, അദ്ദേഹം അത്രയുള്ള ഒരു 10-25 വരികൾ അത് അദ്ദേഹം പറഞ്ഞു വെച്ചത്. വിശ്വാസം, ഏതൊരു വിശ്വാസിയായാലും
യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും അക്രമകാരിയാവാൻ കഴിയില്ല. ഏത് മതവും പഠിപ്പിക്കുന്നത് സമാധാനം തന്നെയാണ്. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്ന് തന്നെയാണ്. പക്ഷെ ആ സമാധാനത്തിൻ്റെ അനുയായികളായ ഞങ്ങളൊക്കെയാണ് ഇവിടെ അടുത്ത ഇസ്ലാമോഫോബിയ കാരണം വിമർശിക്കപ്പെടുന്നില്ല. അടുത്തിടെ നടന്ന ന്യൂയോർക്കിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ സുഹ്റാൻ മംദാനി വിജയിച്ചപ്പോൾ അതിനെതിരെ അവിടുത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പറയാനില്ല, വാഷിങ്ടണിൻ്റെ മേയർ, ലോകത്തെ ഏറ്റവും സമ്പന്നമായ നഗരത്തിലെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിമിനെ വിജയിപ്പിച്ചാൽ ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയിൽ വാഷിങ്ടൺ സിറ്റിക്ക് ഒന്നും നൽകില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ സുഹ്റാൻ മംദാനിക്ക് വിജയിച്ചു വരാൻ കഴിയുന്നത് അതുതന്നെയാണ് സമാധാന പ്രിയരായ അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ള എളുപ്പമാണ്. എന്നാൽ വിവരമില്ലാത്തവർക്കാണ് ഈ പറയുന്നത് പോലെയുള്ള പല വിഷയങ്ങളുമുണ്ടാകും. നമ്മുടെ രാജ്യത്ത് തന്നെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കടുത്ത ന്യൂനപക്ഷ വിരോധം. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാ മേഖലകളിലുമുണ്ട്. സംസ്കാരത്തിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ, പശു ഇറച്ചി സൂക്ഷിച്ചു എന്ന് പറയുന്നത് അതിനു വേണ്ടി അതിൻ്റെ പേരിൽ കലാപങ്ങൾ വരുന്നത്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചത് ഒരു പശുവിനെ കൊന്നു അറുത്തു എന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് വധശിക്ഷ പോലും ഉത്തർപ്രദേശിലെ കോടതി വിധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ ജുഡീഷ്യറി പോലും ആ രീതിയിലേക്ക് പോകുന്നു. അത് കൃത്യമായ വിവരക്കേടിൻ്റെ ഭാഗമായിട്ട്, അറിവില്ലാത്ത അറിവ് മാത്രം പോലെ വിവരവും വേണം എന്നുള്ളതാണ്. കാരണം ആ രീതിയിൽ നമുക്ക് കുക്കികളുമായി ബന്ധപ്പെട്ട മണിപ്പൂരിലെ പ്രശ്നങ്ങൾ, ക്രിസ്ത്യാനികളെ നിരന്തരമായി ആക്രമിക്കുകയും അങ്ങനെ ഓരോ വൈദികൾ അതിൽ കുക്കി വിഭാഗം തമ്മിലുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ ചെന്നായെ പോലെ നോക്കി നിൽക്കുകയാണ് ഇവിടുത്തെ ഗവൺമെൻറ്. അവസാനം തമ്മിലടിച്ച് ഏതെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് കാര്യ വിഭാഗം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ വിഭാഗത്തെ കീഴടക്കുക എളുപ്പമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ 1-2 ദിവസം മുമ്പാണ് പ്രധാനമന്ത്രി അവരെ സന്ദർശിച്ചിരുന്നത്. അങ്ങനെ അത്രമാത്രം ഒരുപാട് വിഷയങ്ങൾ ന്യൂനപക്ഷ സമൂഹങ്ങളെ, പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ 1921 മുതൽ RSS എന്ന വിഭാഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്തരം സംവിധാനങ്ങളെ നമുക്ക് പ്രബുദ്ധമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സായുധ വിപ്ലവങ്ങൾ കൊണ്ടൊന്നും എല്ലാ അത്തരം ഫാസിസ്റ്റ് നമുക്ക് തകർക്കാൻ കഴിയില്ല. RSS പോലും വളർന്നിട്ടുള്ളത് അവർ പറയുന്നത് പോലെയുള്ള ചരിത്രങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടുള്ള തെറ്റായ അറിവുകൾ അത് അവരുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട്, ചരിത്രത്തെ പോലും വളച്ചൊടിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലും, അദ്ദേഹത്തെ വധിച്ച ആളുകളെ പോലും മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ ചരിത്രങ്ങളെ വളച്ചൊടിച്ചു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു മാറ്റം, ഒരു തലമുറ, നമുക്ക് തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു തലമുറ ഗാന്ധിജി ഓർമ്മിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയാണ്, ഗാന്ധിജിയുടെ ഫോട്ടോ കാണിച്ച് ആരാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പോലും പറ്റാത്ത പുതിയ തലമുറ. ആ രീതിയിൽ നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട്, കൃത്യമായ അറിവ് നൽകാതെ കണ്ട്, തെറ്റായ അറിവുകൾ നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത്തരം സംവിധാനങ്ങളെ നേരിടേണ്ടത് സായുധ വിപ്ലവങ്ങൾ കൊണ്ടല്ല, മറിച്ച് പേന കൊണ്ട് തന്നെയാണ്. അത് അറിവിലൂടെ തന്നെയാണ്. അത് 100 വർഷങ്ങൾക്ക് മുമ്പേ 1925 ഇവിടെ സത്യദൂതൻ എന്ന മാസികയിലൂടെ നമ്മുടെ കേരളക്കരയിൽ അതിന് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ തിരിച്ചറിവ്
നേരത്തെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ആ തിരിച്ചറിവിലൂടെ പോകാൻ സാധിച്ചാൽ തീർച്ചയായും അറിവുന്ന വിപ്ലവങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ അതിൻ്റെ ഭാഗമായി അടങ്ങാത്ത ദേശസ്നേഹത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് പോലും ഹറാമാണ് എന്ന് പറഞ്ഞു വെച്ച് പഠിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നീട് സ്വാതന്ത്ര്യാനന്തരം വിവിധ മേഖലകളിൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ ഭാഗങ്ങളായി പോകേണ്ടവർ ഈ സമുദായം പിന്നോട്ടടിച്ചു പോയത് ഇത്തരത്തിൽ ഒരടങ്ങാത്ത ദേശസ്നേഹത്തിൻ്റെ ഭാഗമായി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ഞാനിവിടെ ഓർമ്മിക്കുന്നത് CD സാഹിബിനെയും CH മുഹമ്മദ് കോയൊക്കെയാണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു വിപ്ലവം കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ നേതാക്കന്മാർ മുസ്ലിം നേതൃത്വക്കാരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ചന്ദ്രികയുടെ എൻ്റെ ഭാഗമായ കയ്യൂർ സാഹിബിനെയും ഇവിടെ ഓർമ്മിക്കുന്ന ചന്ദ്രികയുടെ ഉത്തരാധിപതി കൂടിയായിരുന്ന സത്യദൂതൻ്റെ രണ്ടാമത്തെ ഉത്തരാധിപതി. അദ്ദേഹം ചന്ദ്രികയിലൂടെ ഈ ആശയങ്ങൾ സമൂഹത്തിലൂടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ട് മാത്രമേ, അറിവിലൂടെ മാത്രമേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ, കൃത്യമായ നിലനിൽപ്പുണ്ടാക്കാൻ സാധിക്കുന്ന തിരിച്ചറിവ് ഇത്തരം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 1902 ബഹുമാനായ ഈ കാതറോട്ടി സാഹിബ് യൂണിവേഴ്സിറ്റിക്കാരനാണ്. നമുക്കൊക്കെ അറിയാവുന്ന തറവാട്ടുകാരനാണ്. അദ്ദേഹം 1902 പ്രവാസ കാലഘട്ടത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയും ഒരു മാസിക ആരംഭിക്കുകയും ആ മാസികയിലൂടെ ഈ സന്ദേശങ്ങൾ, ഈ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സന്ദേശങ്ങളോടൊപ്പം അറിവ് പകർന്നു നൽകുന്ന വലിയ സന്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദൗത്യത്തെ അദ്ദേഹം നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തുടക്കം പിന്നീട് വന്ന വിജ്ഞാനികൾ അദ്ദേഹത്തെടുത്തുകൊണ്ട് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഒരു പത്ര മാസിക ഇത്ര വർഷക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയുക, നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് മാസികകളൊക്കെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും അത് കാലയവനികളിൽ മറന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിടിച്ചു നിർത്താൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രയാസം തന്നെയാണ്. തുടങ്ങാൻ എളുപ്പത്തിൽ തുടങ്ങാൻ സാധിക്കും, പക്ഷേ അതിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഇവിടെ സത്യദൂതൻ മാസിക, അതുമായി ബന്ധപ്പെട്ട അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്, അതിൻ്റെ സംവിധാനങ്ങൾ ഈ മാസികയെ ഇന്നോളം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ശതാബ്ദി ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും അറിവിൻ്റെ വിപ്ലവം നൽകിക്കൊണ്ട് അത് സമൂഹത്തിനിടയിൽ എത്തിച്ചുകൊണ്ട് അറിവ് കൊണ്ട് നേടാവുന്നത് പലതുമാണ് എന്നുള്ളത് 1000 അത് വാളോ കത്തിയോ മറ്റൊന്നുമല്ല, മറിച്ച് പേനയാണ് എന്നുള്ളതാണ്. ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് പോലും ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് നമ്മുടെ കവികളുടെ സാഹിത്യകാരന്മാർക്ക് ഇടപെടലാണ്. അമീർ ഖുസ്രുവിനെ പോലെയുള്ള എല്ലാ വാക്യപാലിനെ പോലെയുള്ള ആളുകളുടെ കവിതകൾ ആകർഷിച്ചു തന്നെയാണ് മുസ്ലിം സമൂഹമൊക്കെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ പേനകൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അഹിംസാത്മകമായ പോരാട്ടങ്ങൾ, ജനാധിപത്യ രീതിയിലുള്ള പോരാട്ടങ്ങൾ തീർച്ചയായും വിജയം കണ്ടിട്ടേ ഉള്ളൂ. അത്തരം വിജയത്തിൻ്റെ വലിയ ഭാഗവാക്കായവരാണ് ഞങ്ങളൊക്കെ. അത് ആസ്വദിക്കുന്നവരാണ്. സ്വാതന്ത്ര്യമെന്ന വലിയ സംവിധാനം ആസ്വദിക്കുന്നവരാണ് നാമൊക്കെ എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. അത് വായനയിലൂടെ, അറിവിലൂടെ, എഴുത്തിലൂടെ, സാഹിത്യത്തിലൂടെ, സാഹിത്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളിലൂടെ സാധ്യമാകും. വരും കാലത്ത് അതിനാണ് പ്രാധാന്യം. സാഹിത്യ വിപ്ലവത്തിന് ഒരു പ്രാധാന്യമില്ല. അതൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ അമേരിക്കയിൽ
വാഷിംഗ്ടൺ നടന്ന മേയർ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടു. അതുകൊണ്ട് പ്രത്യാശകൾ അത് വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരികയാണ്, ആശങ്കയില്ല എന്നുള്ളതാണ്. ഈ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇത്തരം പത്രമാധ്യമങ്ങൾ, മാസികകൾ ഈ സമൂഹത്തിൽ നൽകുന്ന സംഭാവനകളെ കുറിച്ചുകൊണ്ട് യോഗാവസാനം വരെ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. നന്ദി മേയർ. അടുത്തതായി നമ്മെ സംബോധന ചെയ്യുന്നത് നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന കണ്ണൂരിലെ മുതിർന്ന പത്രപ്രവർത്തകനും മനോരമയുടെ മുൻ ബ്യൂറോ ചീഫുമായ പി ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എനിക്ക് തന്നെ വ്യക്തമായ ബോധമില്ല. എന്നെ നിർബന്ധിച്ച് എനിക്ക് അസുഖമാണ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നിലേക്ക് നയിച്ചത് എൻ്റെ പഴയ ആത്മീയ സുഹൃത്തുക്കളുടെ ആത്മാവായിരിക്കണം എന്ന് തോന്നുന്നു. ഞാൻ ആധുനിക പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗങ്ങളെ കുറിച്ച് എനിക്ക് കരുതാൻ അറിവുന്നുണ്ട്. ഞാൻ കോഴിക്കോട്ടേക്ക് കണ്ണൂരും കോഴിക്കോട്ടും വെച്ച് ആധുനിക പ്രസ്ഥാനത്തിൻ്റെ മാതൃക്കളെ പരിചയപ്പെടുകയും അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ച പത്രങ്ങളെല്ലാം തന്നെ അവരുടെ കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു യോഗ്യത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട്ടും കണ്ണൂരിലുമുള്ള എൻ്റെ പഴയ ആധുനിക സുഹൃത്തുക്കളുമായിട്ട് അടുപ്പ് സ്ഥാപിക്കാൻ കാരണം. സമീപകാലത്ത് എനിക്ക് വയസ്സായി കഴിഞ്ഞുപോയി എൻ്റെ പഴയ സുഹൃത്തുക്കൾ നേരത്തെ മരണപ്പെട്ടു. എനിക്ക് ആ ബന്ധം തുടർന്നു പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ദുഃഖമുണ്ട്. എങ്കിലും അതറിയുന്ന സംഘാടകർ ഞാൻ എത്ര വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നെ ഇവിടേക്ക് എത്തിച്ചതിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട്. പഴയ പത്രപ്രവർത്തകരും എൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന എൻ അബ്ദുൽ, നമ്മുടെ മർഹൂം എം അബ്ദുലുമാണ്. എൻ്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. എൻ്റെ പഴയ കാലത്ത് എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ മിക്കവരും ആധുനികക്കാരാണ്. എനിക്ക് അവരോട് എന്തുകൊണ്ടാണെങ്കിലും സ്നേഹം തോന്നാൻ കാരണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആധുനികരുടെ ഒരു പ്രധാന പ്രവർത്തകരായിരുന്ന റോയൽ ഏജൻസീസിൻ്റെ സ്ഥാപകൻ അദ്ദേഹം എൻ്റെ ഒരു വളരെ പഴയ സുഹൃത്തായിരുന്നു. അദ്ദേഹമെല്ലാമാണ് എന്നെ ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് അറിവ് തന്നതും അതേക്കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു സത്യദൂതത്തെ വലിയ പ്രചാരകനായിരുന്നു. എല്ലാ രണ്ടാഴ്ച കൂടുതലെങ്കിലും മനോരമ ഓഫീസ്, കർമ്മസ്ഥാനത്തുള്ള മനോരമ ഓഫീസ് എത്തുമ്പോഴൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം സത്യദൂതൻ്റെ അച്ചടി കാര്യവും മറ്റ് സന്ദർഭവശാൽ